വിശുദ്ധ റമദാൻ മാസത്തിൽ സ്നേഹം വിളമ്പുന്ന ഇഫ്താറുകൾ UAE-യിലെങ്ങും സജീവമായി. ദുബായിലെ സോനാപൂരിൽ ദിവസേന 5000-ഓളം പേർക്കാണ് ഇഫ്താർ ഒരുക്കുന്നത്. റമദാൻ കാലത്ത് പ്രതീക്ഷ നൽകുന്ന ഇത്തരം ഒട്ടേറെ കാഴ്ചകൾ UAE-യിലുണ്ട്. ലോക മുസ്ലിങ്ങൾ വ്രതമാസത്തിലേക്ക് പ്രവേശിച്ചു. 11 മാസക്കാല ജീവിതത്തിനിടയിൽ വന്നുപോയ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയാനും ജീവിതത്തെ ശുദ്ധീകരിക്കാനുമുള്ള മാസം. മനസ്സ് ശരീരവും ദൈവത്തിലർപ്പിച്ച് ആത്മസമന്വയത്തിന്റെ പാതയിലേക്ക് കടക്കുകയാണ് റമദാൻ മാസത്തിൽ ഓരോ വിശ്വാസിയും. ഇസ്ലാം മത വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളിൽ 4-ാമത്തേതാണ് ഹിജ്റ വർഷത്തിലെ 9-ാം മാസമായ റമദാനിലെ വ്രതാനുഷ്ഠാനം. റമദാനിൽ UAE-യിലെ ലേബർ ക്യാമ്പുകളിൽ സ്നേഹം വിളമ്പുന്ന ഇഫ്താറുകൾ സജീവമായി. കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നുള്ള പങ്കുവയ്ക്കലിന്റെ പാഠം ഗൾഫിലെ തൊഴിലാളി ക്യാമ്പുകളിൽ പകർന്നു നൽകുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. കേരളത്തിലെ കോളേജുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അക്കാഫ് ഇവന്റ്സ്, ദുബായ് ചാരിറ്റിയും സഹകരിച്ചാണ് ലേബർ ക്യാമ്പുകളിൽ റമദാനിലെ എല്ലാ ദിവസവും ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. എല്ലാവർക്കും റമദാൻ കരീം. ഈ ഒരു പുണ്യമാസത്തിലും അക്കാഫ് സാധാരണ ചെയ്തു വരുന്ന പോലെ തന്നെ അക്കാഫ് ഇവൻസിൻ്റെ എല്ലാ വോളണ്ടിയർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ക്യാമ്പാണ്. ഇന്നത്തെ ആദ്യത്തെ ദിവസം നമ്മൾ 5000 ആൾക്കാർക്കുള്ള ഫുഡാണ് കരുതിയിട്ടുള്ളത്. ഇനി മേളിലോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 2500-ഓളം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി. നമ്മുടെ തന്നെ എല്ലാ കോളേജിലെ വിവിധ പ്രതി ഓരോ ദിവസവും 400-ഓളം 300-ഓളം ആൾക്കാർ വോളണ്ടിയേഴ്സായിട്ട് വന്നിട്ടാണ് ഇവിടെ ഇരുത്തി അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇതര അതോറിറ്റികളായിട്ട് ചേർന്നിട്ടാണ് ഇത്തവണയും നമ്മൾ ഫുഡ് വിതരണം ചെയ്തു വരുന്നത്. ദുബായിലെ സോനാപൂരിൽ വിവിധ രാജ്യക്കാരായ 5000-ഓളം തൊഴിലാളികൾക്കാണ് ഇഫ്താർ ഒരുക്കുന്നത്. അക്കാഫ് ഇവന്റ്സിലെ സ്ത്രീകളടക്കമുള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. മുസ്ലിം മത വിശ്വാസികളല്ലെങ്കിലും അംഗങ്ങളിൽ പലരും നോമ്പെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്കൊപ്പമാണ് ഇവരും നോമ്പ് തുറക്കുക. ഈ ഒരു മാസം ഫുള്ളായിട്ട് ഞങ്ങൾ ഇതിനകത്ത് എല്ലാ ദിവസവും വന്ന് കിറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു എന്താ പറയുക, എല്ലാ പണികളും ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു 30 ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇത് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാളും മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നോമ്പെടുത്തിട്ട് തന്നെ ഇത് ചെയ്യുന്നവരാണ്. ഞങ്ങളിലും പലരും ചില ദിവസങ്ങളിൽ അങ്ങനെ നോമ്പെടുക്കാറുമുണ്ട്. റമദാൻ പകരുന്ന സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൂടി പകരുന്നതിന്റെ സന്തോഷത്തിലാണ് ഏവരും. നമ്മളിത് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഒരു 100 to 200 വോളണ്ടിയേഴ്സ് ഡെയിലി ഉണ്ടാവും. കാരണം ഏറ്റവും വലിയൊരു ക്യാമ്പാണ് ഇവിടെ. 3000 to 4000, 5500 ഇപ്പോൾ ഇന്നത്തെ കൗണ്ട്. അത്രയും കൊടുക്കുന്ന ഒരു ക്യാമ്പ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വളണ്ടിയേഴ്സ് ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഫാമിലി, കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരും അത് യൂസ്ഡാണ്. കൊല്ലങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത്ര വലിയ ക്രൗഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. അവർക്ക് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ പുണ്യമാസത്തിലെ പുണ്യപ്രവൃത്തി വിശന്നിരിക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷമുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാല എന്ന് വിശേഷിപ്പിക്കുന്ന റമദാനിൽ വ്രതമനുഷ്ഠിച്ചവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൽ ഏറെ പുണ്യമായ കാര്യമാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ പരിശുദ്ധ റംസാൻ മാസത്തിൽ ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾ അക്കാഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവാൻ സാധിക്കുന്നത് ഞങ്ങളുടെ മെമ്പേഴ്സിനും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കും അവങ്ങളുടെ ഫാമിലികൾക്കും ഒക്കെ വലിയൊരു അനുഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 ദിവസവും ഈ ഒരു മോസ്കിൽ വരികയും ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വർഷങ്ങളായി, ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല എത്ര വർഷമായെന്നുള്ളത്, ഒരിക്കൽ പോലും അത് മുടങ്ങാതെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുമയുടെ മഹാസന്ദേശം കൂടിയാണ് ഭാഷ ദേശ വ്യത്യാസങ്ങളില്ലാത്ത ഇത്തരം നോമ്പ് തുറക്കലുകൾ ലോകത്തോട് പറയുന്നത്.